ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. കർഷകരുടെ ഉന്നമനത്തിനു വേണ്ടിയാണ് പുതിയ കാർഷിക നിയമങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹിയിൽ സമരം ചെയ്യുന്ന കർഷകരുമായി കേന്ദ്ര സർക്കാർ ഇന്ന് ചർച്ച നടത്തും. കോവിഡ് മരണം കുറഞ്ഞ രാജ്യങ്ങളിൽ ഇന്ത്യയും. കേരളത്തിൽ ഇന്നലെ കൂടുതൽ പേർക്ക് രോഗമുക്തി. ചൈനീസ് കമ്പനിക്ക് അമേരിക്കയുടെ ഉപരോധം. വെനസ്വേലയിൽ ജനാധിപത്യത്തെ ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങളെ പിന്തുണച്ചെന്ന ആരോപണം. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച് വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങുന്നു. കേരളത്തിലും ജാഗ്രത. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ഗോവ മത്സരം സമനിലയിൽ. വാർത്തകൾ വിശദമായി. പുതിയ കർഷക നിയമങ്ങൾ നടപ്പാക്കുന്നത് രാജ്യത്തെ കർഷകരുടെ നേട്ടത്തിനു വേണ്ടിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരിഷ്കാരങ്ങൾ അവർക്ക് പുതിയ വിപണി അവസരങ്ങൾ നൽകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. ഉത്തർപ്രദേശിൽ തന്റെ ലോക്സഭാ മണ്ഡലമായ വാരാണസിയിലെ പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. കാർഷിക വിപണികളെ ശക്തിപ്പെടുത്തുന്നതിനും പുതിയ നിയമം സഹായകമാകും. കൃത്യമായ ലക്ഷ്യങ്ങളോടെയാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കാർഷിക വിപണി പരിഷ്കാരങ്ങളെക്കുറിച്ച് രാജ്യത്ത് തെറ്റായ പ്രചാരണമാണ് നടക്കുന്നത്. മുൻ സർക്കാരുകൾ വഞ്ചിച്ചത് പരിഷ്കാരങ്ങളെക്കുറിച്ച് കർഷകർക്കിടയിൽ ആശങ്ക ഉളവാക്കാനിടയാക്കിയിട്ടുണ്ടെന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. കർഷകർക്ക് തങ്ങളുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ വിപണിയിൽ വിൽക്കാൻ അവസരം ലഭിക്കേണ്ടതുണ്ട്. പഴയ സമ്പ്രദായത്തിൽ തുടരാൻ ആഗ്രഹിക്കുന്ന കർഷകർക്ക് അതിനുള്ള അവസരമുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഡൽഹിയിൽ സമരത്തിൽ തുടരുന്ന കർഷകരെ കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചു. കേന്ദ്ര മന്ത്രിമാരുടെ ഉന്നതതല സമിതിയുമായി വൈകുന്നേരം 3 മണിക്ക് ഡൽഹി വിജ്ഞാൻ ഭവനിലാണ് ചർച്ച. ആദ്യഘട്ട ചർച്ചയിൽ പങ്കെടുത്ത കർഷക നേതാക്കളാണ് ഇന്നും ചർച്ചയിൽ പങ്കെടുക്കുകയെന്ന് കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ അറിയിച്ചു. നിലവിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുതിർന്ന BJP നേതാക്കളുമായി നടത്തിയ കൂടിയാലോചനയ്ക്ക് ശേഷമാണ് കർഷകരുമായി വീണ്ടും ചർച്ച നടത്താനുള്ള തീരുമാനം. ഡൽഹിയിൽ കർഷക സമരത്തിൽ പങ്കെടുക്കുന്നവർ ബുരാരി പ്രദേശത്തെ നിരൻകാരി സമാഗം മൈതാനത്തിലേക്ക് മാറണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാരിന്റെ കാർഷിക പരിഷ്കാരങ്ങളെക്കുറിച്ച് തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കരുതെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ആവശ്യപ്പെട്ടു. പഞ്ചാബിലെ കർഷകർക്ക് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ അരി ഉയർന്ന വിലയിൽ വിൽക്കാനായി താങ്ങുവില വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ട്വിറ്റർ സന്ദേശത്തിൽ കുറിച്ചു. രാജ്യത്തെ കാർഷിക മേഖലയുടെ പരിഷ്കരണത്തിനും കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും കേന്ദ്ര സർക്കാർ ഒട്ടേറെ നടപടികൾ ആവിഷ്കരിച്ചു വരുന്നു. വിശദാംശങ്ങളുമായി ദേവിപ്രിയ. കേന്ദ്രം ആവിഷ്കരിച്ച നടപടികളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതാണ് അടുത്തിടെ പാസാക്കിയ കാർഷിക നിയമങ്ങൾ. കാർഷികോൽപ്പന്ന വ്യാപാര വാണിജ്യ നിയമം, വിലസ്ഥിരത, കാർഷിക സേവന നിയമം എന്നിവ സംബന്ധിച്ച കർഷക ശാക്തീകരണ കരാർ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. കർഷകർക്കും വ്യാപാരികൾക്കും കാർഷികോൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനും വാങ്ങുന്നതിനും സ്വന്തമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് ഈ നിയമങ്ങൾ വ്യവസ്ഥ ചെയ്യുന്നു. സംസ്ഥാനങ്ങൾക്കുള്ളിലും ഇതര സംസ്ഥാനങ്ങളിലേക്കും തടസ്സം കൂടാതെ വ്യാപാരത്തിൽ ഏർപ്പെടാൻ ഇത് അവസരമൊരുക്കും. ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും സെസ്സോ ലെവിയോ ഈടാക്കില്ല. കാർഷികോൽപാദന വിപണന സമിതികൾക്ക് പുറത്ത് അധിക വ്യാപാര അവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് ഈ നിയമങ്ങളുടെ പ്രധാന ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കോവിഡ് പ്രതിരോധ വാക്സിൻ വികസന രംഗത്തുള്ള ഇന്ത്യയിലെ 3 ഗവേഷക സംഘങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശയവിനിമയം നടത്തി. പൂനെയിലെ ജിനോവ ബയോ ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ്, ഹൈദരാബാദിലെ ബയോളജിക്കൽ ലിമിറ്റഡ്, ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ് ലിമിറ്റഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഗവേഷകരുമായാണ് പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയത്. വാക്സിൻ വികസിപ്പിക്കുന്നതിനായി ഈ കമ്പനികളിലെ ശാസ്ത്രജ്ഞർ നടത്തുന്ന ശ്രമങ്ങളെ ശ്രീ നരേന്ദ്രമോദി അഭിനന്ദിച്ചു. വാക്സിനുകളെക്കുറിച്ചും അതിന്റെ ഫലപ്രാപ്തി ഉൾപ്പെടെയുള്ള വിവരങ്ങളും ലളിതമായ ഭാഷയിൽ പൊതുജനങ്ങളെ അറിയിക്കാൻ പ്രത്യേകം ശ്രമിക്കണമെന്നും പ്രധാനമന്ത്രി കമ്പനികൾക്ക് നിർദ്ദേശം നൽകി. 19ാമത് ഷാങ്ഹായ് സഹകരണ സംഘടന രാഷ്ട്ര തലവന്മാരുടെ യോഗം സമാപിച്ചു. ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം സംയുക്ത പ്രസ്താവനയോടുകൂടിയാണ് സമാപിച്ചത്. 2017ൽ ഇന്ത്യ സംഘടനയിൽ പൂർണ്ണ അംഗത്വം സ്വീകരിച്ചെങ്കിലും ഇതാദ്യമായാണ് ഇന്ത്യയുടെ അധ്യക്ഷതയിൽ SCO യോഗം ചേരുന്നതെന്ന് വിദേശകാര്യ വക്താവ് വികാസ് സ്വരൂപ് അറിയിച്ചു. ആഗോളതലത്തിൽ കോവിഡ് മരണനിരക്ക് കുറഞ്ഞ രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യ തുടരുന്നു. 1.45% രാജ്യത്തെ മരണനിരക്ക്. മരണനിരക്ക് കുറയ്ക്കൽ ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര നടപടികളുടെ ഫലമായി പ്രതിദിന മരണസംഖ്യ 500ൽ താഴെയായി നിയന്ത്രിക്കാൻ കഴിഞ്ഞെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കേരളത്തിൽ ഇന്നലെ കൂടുതൽ പേർക്ക് കോവിഡ് രോഗമുക്തി.
6055 പേർക്കാണ് രോഗം ഭേദമായത്. അതേസമയം 3382 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. 33 ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ 2880 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം പകർന്നത്. സംസ്ഥാനത്തെ കോവിഡ് സ്ഥിരീകരണ നിരക്ക് 9.75 ആയി താഴ്ന്നു. കഴിഞ്ഞ 24 മണിക്കൂറിൽ 34,689 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ഇന്നലെ 21 മരണങ്ങൾ കൂടി കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. ആകെ മരണസംഖ്യ 2244 ആയി. സംസ്ഥാനത്ത് ഇപ്പോൾ 61,894 പേരാണ് ചികിത്സയിലുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ബന്ധപ്പെടാം. ചൈനീസ് കമ്പനിയായ ചൈന നാഷണൽ ഇലക്ട്രോണിക്സ് ഇമ്പോർട്ട് ആന്റ് എക്സ്പോർട്ട് കോർപ്പറേഷന് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തി. വെനസ്വേലയിൽ ജനാധിപത്യത്തെ ദുർബലപ്പെടുത്താനുള്ള പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയുടെ ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നുവെന്നാരോപിച്ചാണ് അമേരിക്ക ചൈനീസ് കമ്പനിക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയത്. ചൈനീസ് കമ്പനിയായ CEIEC വെനസ്വേലയിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള ടെലികമ്മ്യൂണിക്കേഷൻസ് സേവന ദാതാക്കൾക്ക് സൈബർ പിന്തുണ നൽകുകയും വിദഗ്ധരുടെ സേവനം ലഭ്യമാക്കുകയും ചെയ്യുന്നതായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ ആരോപിച്ചു. വാർത്താമാധ്യമങ്ങളെയും പ്രതിപക്ഷ അംഗങ്ങളുടെ പ്രസംഗങ്ങളെയും പ്രസ്താവനകളെയും വെനസ്വേലയിൽ തടയുന്നതായും അദ്ദേഹം പറഞ്ഞു. ആൻഡമാൻ കടലിലും സമീപ മേഖലയിലും ഉടലെടുത്ത ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഒരു റിപ്പോർട്ട്. അടുത്ത 12 മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി രൂപാന്തരം പ്രാപിക്കാനും അടുത്ത 24 മണിക്കൂറിനുള്ളിൽ അത് ചുഴലിക്കാറ്റിന്റെ രൂപത്തിൽ വീശിയടിക്കാനും സാധ്യതയുള്ളതായി കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. നാളെ വൈകുന്നേരത്തോടെ ശ്രീലങ്കൻ തീരം കടക്കുന്ന ചുഴലിക്കാറ്റ് വ്യാഴാഴ്ചയോടെ കന്യാകുമാരി മേഖലയിലേക്ക് നീങ്ങും. ഇതേ തുടർന്ന് കന്യാകുമാരി, തിരുനെൽവേലി, തൂത്തുക്കുടി, തെങ്കാശി, രാമനാഥപുരം, ശിവഗംഗ ജില്ലകളിൽ കനത്ത മഴ പെയ്തേക്കാം. മീൻപിടുത്തത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ തീരത്തേക്ക് മടങ്ങണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേരളത്തിൽ നാളെ മുതൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യത. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം നാളെയോടെ തീവ്ര ന്യൂനമർദ്ദമായി മാറി തെക്കൻ തമിഴ്നാട് തീരത്ത് കരയിൽ പ്രവേശിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടും ഇടുക്കിയിൽ നാളെ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. മലയോര മേഖലകളിലും തീരപ്രദേശങ്ങളിലും ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദത്തിന്റെ പശ്ചാത്തലത്തിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുള്ളതിനാൽ തിരുവനന്തപുരം ജില്ലയിൽ അടുത്ത 4 ദിവസം പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് കളക്ടർ നവജ്യോത് ഖോസ. ഇന്ന് ജില്ലയിൽ യെല്ലോ അലർട്ടും നാളെയും 4-ാം തീയതിയും ഓറഞ്ച് അലർട്ടും 3-ാം തീയതി റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ 11 ലെജിസ്ലേറ്റീവ് കൌൺസിലുകളിലേക്കുള്ള വോട്ടെടുപ്പ് അല്പസമയത്തിനകം ആരംഭിക്കും. വൈകുന്നേരം 5 മണിവരെയാണ് വോട്ടെടുപ്പ്. 11 കൌൺസിലുകളിൽ 5 ബിരുദ കൺസൾട്ടൻസികളും 6 അധ്യാപക മണ്ഡലങ്ങളുമാണ്. കാൺപൂർ നഗർ, കാൺപൂർ ദേഹത്ത്, ഉന്നാവോ ജില്ലകൾ ഒഴികെയുള്ള സംസ്ഥാനത്തെ 72 ജില്ലകളിലാണ് വോട്ടെടുപ്പ്. കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ചാണ് വോട്ടെടുപ്പിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ഗോവ മത്സരം സമനിലയിൽ. ഇന്നലെ ഗോവയിൽ നടന്ന മത്സരത്തിൽ ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി. 3 കളികളിൽ നിന്ന് 5 പോയിന്റ് നേടിയ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് നിലവിൽ 2ാം സ്ഥാനത്താണ്. ഇന്ന് മുംബൈ സിറ്റി ഈസ്റ്റ് ബംഗാളിനെ നേരിടും. രാത്രി 7:30-ക്കാണ് മത്സരം. നാഗാലാന്റ് ഇന്ന് 58ാമത് സംസ്ഥാന രൂപീകരണ ദിനം ആചരിക്കും. 1963 ഡിസംബർ 1-നാണ് നാഗാലാന്റ് ഇന്ത്യൻ യൂണിയന്റെ 16ാമത് സംസ്ഥാനമായത്. അന്ന് രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ S രാധാകൃഷ്ണനാണ് നാഗാലാന്റ് രൂപീകരണം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. കർണാടകയിൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് മാർഗ്ഗരേഖ തയ്യാറാക്കാൻ നിയോഗിക്കപ്പെട്ട കർമ്മസമിതി സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു. മുൻ ചീഫ് സെക്രട്ടറി SV രംഗനാഥിന്റെ അധ്യക്ഷതയിലുള്ള കർമ്മസമിതിയാണ് മുഖ്യമന്ത്രി BS യെദ്യൂരപ്പയ്ക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇന്ന് ലോക എയ്ഡ്സ് ദിനം. HIV വൈറസിനെക്കുറിച്ചും എയ്ഡ്സ് രോഗത്തെക്കുറിച്ചും പൊതുജനങ്ങൾക്ക് അവബോധം നൽകുന്നതിനായി എല്ലാ വർഷവും ഡിസംബർ 1 രാജ്യാന്തര തലത്തിൽ എയ്ഡ്സ് ദിനമായി ആചരിക്കുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. കർഷകരുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് പുതിയ കാർഷിക നിയമങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹിയിൽ സമരം ചെയ്യുന്ന കർഷകരുമായി കേന്ദ്ര സർക്കാർ ഇന്ന് ചർച്ച നടത്തും. കോവിഡ് മരണം കുറഞ്ഞ രാജ്യങ്ങളിൽ ഇന്ത്യയും. കേരളത്തിൽ ഇന്നലെ കൂടുതൽ പേർക്ക് രോഗമുക്തി. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച് വടക്കു പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങുന്നു. കേരളത്തിലും കനത്ത ജാഗ്രതാ നിർദ്ദേശം. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ഗോവ മത്സരം സമനിലയിൽ.
വാർത്തകൾ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ പ്രക്ഷേപണം 10:15-ന്.